വിചാരിക്കും ഞാനിവിടെ വന്നത് വല്ല ഫിഗർ ഷോ ചെയ്യാനാണെന്ന്. അല്ല, ആത്മഹത്യ ചെയ്യാനാണ്. പിന്നെ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമല്ലോ. എനിക്ക് അവളുമായിട്ടുള്ള ജീവിതം മടുത്ത്. ഒന്നുകിൽ ഇതിലേ പോകുന്ന ബസ്, അല്ലെങ്കിൽ മോളിൽ കൂടെ പോകുന്ന മെട്രോ, അല്ലെങ്കിൽ ഞാൻ ഈ കായലിൽ ചാടിച്ചാൻ. എനിക്ക് അയാളെ കൂടെയുള്ള ജീവിതം മടുത്തു. ഒന്നെങ്കിൽ ഇതിലൂടെ പോണ ബസ്, അല്ലെങ്കിൽ മേലെ കൂടെ പോണ മെട്രോ, അല്ലെങ്കിൽ ഈ കായലിൽ ചാടി ഞാൻ ചാവും. ആരാണ് ഈ ആവർത്തന വിരസതയായിട്ട് വന്നത്? ഇത് ഞാൻ പറഞ്ഞ സെയിം ഡയലോഗ് ആണല്ലോ, എന്റെ സെയിം സൗണ്ട്. അയ്യോ ദേ എന്റെ സെയിം ഭാര്യ, ഭർത്താവ്. അല്ല നീ എന്തിനാണ് ഇവിടെ വന്നത്? കായലിൽ ചാടാൻ. എന്തിനു കക്ക വാരാനാ? അല്ല, ആത്മഹത്യക്ക്. എന്നാ പിന്നെ ഞാൻ പോണു. നിങ്ങൾ എവിടെ പോണേ? നീ കാരണമല്ലേ ഞാൻ ചാകാൻ വന്നത്. പിന്നെ നീ ചാകണ്ടെങ്കിൽ പിന്നെ ഞാൻ ചാകണം എന്തിനാ? അപ്പൊ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ കായലിൽ ചാടാൻ. കക്ക വാരാനാ? എന്റെ ദൈവമേ, റിപ്പീറ്റേഷൻ. ഞാൻ പറഞ്ഞത് എന്റെ പറയുള്ള കൈ നിട്ടൊന്നും കളിക്കൂലേ? അതിന് നിങ്ങൾ സമ്മതിക്കൂലല്ലോ. നിങ്ങൾക്ക് അതിന് മെയിൻ കളിക്കണ്ട. ഞാൻ മെയിൻ കളിക്കും. കാരണം ഞാൻ ധീരനായ പൗരുഷമുള്ള ഒരു പുരുഷനാണ്. പുരുഷൻ. അത് പറഞ്ഞപ്പോ എന്താണ് വണ്ടിയുടെ സെൽഫി എടുക്കാത്ത? ധീരത ഓർത്തിട്ടൊന്ന് ചിരിച്ചു പോയതാണ്. എന്റെ ധീരത ഞാൻ കാണിച്ചതാടി. ഞാൻ ഈ കായലിൽ ചാടും. മീനുകളെ, നിങ്ങൾ എന്റെ ഡിന്നർ കഴിക്കണ്ട. നിങ്ങൾക്ക് നല്ലൊരു ബൊഫയുമായിട്ടാണ് ഞാൻ വന്നേക്കണത്. പിന്നെ വേറൊരു കാര്യം, കക്ക ഇറച്ചിയാണെന്നും പറഞ്ഞ് ചാടിക്കേറി പൊക്കളെ കുത്തരുതിരിക്കില്ല. ഞാനും ചാടും. നീ ചാടും. എന്റെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. മീനുകളെ, എന്റെ ബൊഫ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പല്ലിന്റെ ഇടയെത്താൻ ഒരു ഈർക്കിലി കൂടി പല്ലുണ്ട്. എന്നാ നിങ്ങൾ ആദ്യം ധൈര്യം എനിക്ക് ചാട് മനുഷ്യ. നീ ചാടണം. നിങ്ങൾ ചാട്. നീ ചാടണ്ടി. പിന്നെ ഞാൻ ചാകണം. നിങ്ങൾ ചാടണമെങ്കിൽ ഞാൻ എന്നാ ചാടുന്നേ? ഞാൻ ചാകൂല. നിങ്ങൾ ചാട്. നീ ചാടണം. എന്നെ കൊണ്ട് എന്താണ് പരിപാടി? എന്റെ സാറേ, അവള് ചാകാൻ വന്നതാണെന്ന്. അപ്പൊ നീയാ? ഞാൻ പിന്നെ ആത്മഹത്യ ചെയ്യാൻ വന്നാണല്ലോ. ഓ, നാണമില്ലാത്തവനെ. എടാ, നീയൊക്കെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടക്കണ. അതിനെ പേര് നീ പോയി ചാകുന്നതാടാ. അതല്ലേ ഞങ്ങള് പറഞ്ഞത്. നിന്റെ ഒരു പരിപാടിയും നടക്കത്തില്ലടാ ഇവിടെ. ഫയർഫോഴ്സ് വരുന്നുണ്ട്. ആ, ഇവിടുന്നായിരുന്ന കഴിഞ്ഞ സ്കിറ്റില് കരച്ചില് കയറി നമ്മളിന്റെ എല്ലാ സ്കിറ്റിലും കരച്ചിലുമായിട്ട് വന്നിരിക്കുക. കരച്ചിൽ കോമഡി ആർട്ടിസ്റ്റ്. മീറ്റർ തെറ്റിക്കുന്ന ആർട്ടിസ്റ്റ്. പറയാനുണ്ട് ലോകലാഗ ആർട്ടിസ്റ്റ്. എന്തായാലും പരസ്പരം പരിചയപ്പെട്ട സ്ഥിതിക്ക് എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് അയാളെ കൂടെ ജീവിക്കണ്ട. എന്നാ മെനയുള്ള ഒരുത്തരെ കണ്ടുപിടിക്ക്. നീ മെനയുള്ള ഒരുത്തവന്റെ കൂടെ പോടി. നീ പോകോടി. നീ അങ്ങനെ പോയാ സഹോദര, സ്ത്രീകളെ അങ്ങനെ തല്ലാൻ പാടില്ല. തല്ലിക്കഴിഞ്ഞാല് വലിയ വലിയ കേസുകളിലേക്ക് പോകും. ദേഷ്യം എവിടെയെങ്കിലും കൊണ്ട് തീർക്കട്ടെ. നീ തല്ലുന്ന പോലെ ആക്ഷൻ കാണിച്ചാ മതി. അപ്പൊ എങ്ങനെ ശരിയാകും? അങ്ങനെ ദേഷ്യം പറഞ്ഞു. ഞാൻ വീട്ടിൽ അങ്ങനെയല്ലേ ആക്ഷൻ ചെയ്താ മതി. ആക്ഷൻ ചെയ്. നീ മേലുള്ള ഒരുത്തരെ കെട്ടി പോവൂലേ? നിന്നെ ഞാനിന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്നെ തല്ലല്ലേ? നിങ്ങളെ ഞാനിത് അവള് തിരിച്ചടിച്ചില്ല. അവിടെ ദേഷ്യം കേറി. ആണ് എടി, നിന്റെ ഞാനിട്ടല്ലോ ആണുങ്ങളുടെ ദേഹത്തോടണ. 1 2 കറക്റ്റ് മുതുക്. നിങ്ങൾ എന്നെ തല്ലല്ലേ? നിങ്ങളെ ഞാൻ ഇന്ന് വെട്ടും. നീ ഞൊട്ടും. വെട്ട് കത്തി എവിടെ? പിന്നെ ചുമ്മാ പറയും വെട്ട് തീർത്തി ഞാൻ മാറ്റി. അത് നന്നായി. സാറേ, എന്റെ അവള് വെട്ടി. സാറേ, എന്റെ അവള് വെട്ടി. സാറേ, എന്റെ വെട്ടൊന്ന് നോക്കി. എന്റെ വെട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയല്ലടി ഞാനിവിടെ. അതുകൊണ്ട് പറയാൻ നീ പോയി ചാകടി. ഇത് നിർത്തിക്കേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതന്നെയല്ല, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരെ നരകത്തിലേക്കാ കൊണ്ടുപോണത്. ഈ നരകത്തിൽ ചെന്നാലുണ്ടല്ല, നൂൽബന്ധം പോലും ഇല്ലാതെ അവിടെ നൂൽപാലത്തെ കൂടി ഇങ്ങനെ 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 നടത്തിക്കും. അപ്പൊ അത് കിടന്ന് ആടൂലേ സാറേ? എന്ത് നൂൽപാലം? അതാടും. വീഴാൻ നേരത്തെ താഴത്ത് വലിയൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള എണ്ണ ഇങ്ങനെ തിളപ്പിച്ചോണ്ടിരിക്കുക. ആ എണ്ണയിൽ നിങ്ങളെ ഇട്ടിട്ട് വറക്കും. അയ്യോ, വർഷങ്ങളായിട്ട് ആ എണ്ണ തന്നെയാണ് തിളപ്പിച്ചോണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും അത് മാറ്റൂല. അപ്പൊ ഞാനതല്ല ആലോചിക്കുന്നത്, അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരൊന്നുമില്ലേ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവിടെ തേങ്ങയുണ്ട്. ആ തേങ്ങ എടുത്ത് ആട്ടിയ
വെളിച്ചെണ്ണ കിട്ടൂലേ? തേങ്ങ ഇല്ല. അപ്പൊ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ തേങ്ങയുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? മീറ്റർ ശ്രദ്ധിക്കണം. പിന്നെ വയറിങ് പോലും കഴിയാത്ത എന്റെ വീട്ടിൽ മീറ്റർ ആര് ശ്രദ്ധിക്കാനാ? ഡയലോഗിന്റെ മീറ്റർ അങ്ങനെ സാറേ, ഇയാൾ നേരത്തെ പറഞ്ഞില്ലേ മെനയില്ലാത്തന്റെ കൂടെ പോകുന്ന ഞാനും നല്ല അന്തസ്സുള്ള തറവാട്ടി ജനിച്ചതാ. ഞാൻ അങ്ങനെ പോവൂല. കല്യാണം കഴിഞ്ഞ് 4 തന്ന് ഞാൻ ചെന്നായിരുന്നു ആ തറവാട്ടില്. എന്റെ തറവാടിന് എന്താ കുഴപ്പം? ഇയാൾക്ക് ഈഗോ ആണ്. ഇയാൾക്ക് ലീഡ് ചെയ്തിട്ട് എപ്പോഴും കളിക്കണം. പക്ഷേ അതറിയാലോ നിനക്ക്. എന്നിട്ട് എന്തിനാണ് നിന്റെ അളിയൻ കയറിയിട്ട് ലീഡ് ചെയ്തത്? അവനെന്ത് ചെയ്ത്? എന്റെ പൊന്നു സാറേ കേക്കണം, എനിക്ക് രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കണം. ഞങ്ങളൊക്കെ രാവിലെ ഷാർജ ഷേക്കാണല്ലോ കുടിക്കുന്നത്. അതല്ല പറഞ്ഞത്, എനിക്ക് ആ കട്ടൻ ചായ കുടിച്ചാലാ എന്റെ പ്രഭാകരവർമ്മ നടക്കുള്ളൂ. മാമന ആര്? ഈ പ്രഭാകരവർമ്മ? അയ്യോ, പ്രഭാകരവർമ്മയല്ല, ഈ ചായ കുടിച്ചായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അത് നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാത്റൂമിലേക്ക് ചെന്നപ്പോ അളിയൻ ചാടിക്കേറി ലീഡ് ചെയ്താക്കണ്. മുട്ടിയില്ലേ? മുട്ടിയപ്പോഴാണല്ലോ ഞാൻ ചെന്നത്. അതല്ലെന്ന് ഡോറട്ട് മുട്ടിയില്ലെന്ന്. അവിടെയാണ് ഇവളുടെ തറവാടിന്റെ മഹിമ. സാറേ, സാരിത്തുണിയിൽ മുട്ടിക്കഴിഞ്ഞ ഒച്ച കേൾക്കുവോ സാറേ? അത് അപ്പൊ ബാത്റൂമിൽ ഡോറില്ല. ഇല്ല, സാരിത്തുണിയാണ്. സാരിത്തുണിയാണ്. എങ്ങനെ ഇരിക്കും? ഈ ഡയറക്ടർമാര് ഫ്രെയിം വെക്കൂലേ, അതേപോലെ സാരിത്തുണി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പാ. ടൈം ഔട്ട് ആകാതെ നോക്കണം കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. അപ്പൊ ബാക്കിയുള്ളവരാ? ബാക്കിയുള്ളവരെല്ലാം ഡയറക്ടർമാരാ. ഇവളുടെ അച്ഛൻ ഒരു 5 മണിയാവുമ്പോ ഡയറക്ടർ ആവും. പിന്നെ ഒരു 8:30 ആവുമ്പോ ഒരു ആങ്ങള ഡയറക്ടർ ആവും. പിന്നെ മാമൻ ഡയറക്ടർ, ചിറ്റപ്പൻ ഡയറക്ടർ, ഇവരെയൊക്കെ കൂട്ടത്തിൽ ഞാനൊന്ന് ഡയറക്ടർ ആവണമെങ്കിൽ 10 മണിയെങ്കിലും കഴിയും. ഡയറക്ടർ ചെയ്തൊക്കെ വിജയിച്ചാ? ഇല്ല, ഫ്ലോപ്പാണ്. തറവാടിന്റെ ഭക്ഷണമല്ലേ. പിന്നെ ഞാനിപ്പോ ചെല്ലുമ്പോ ജൂനിയർ ആർട്ടിസ്റ്റാ. ഇവിടെ ഫുൾ ടൈം ഡയറക്ടർമാരല്ലേ, ഞാൻ വല്ല പറമ്പിലും കാണും. അല്ലെങ്കിൽ ഇയാൾക്ക് എന്റെ കുടുംബക്കാരെ കുറ്റം പറയാൻ 100 നാക്കാം. ഇതെങ്ങാനും എന്റെ ചേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ, ഇയാളെ വെട്ടി നുറുക്കും. എന്റെ ചേട്ടൻ ഗുണ്ടേ സാറേ, ഗുണ്ട. ഗുണ്ട. അവളുടെ വീട്ടിലെ വേറൊരു തറവാടി. ഈ ഗുണ്ട കാണിച്ച പണി എന്താണെന്ന് അറിയാമോ? ഇവന് പുറത്തുപോയി മൂത്രമൊഴിക്കാൻ രാത്രി പേടിയായിട്ട് ന്യൂസ് പേപ്പർ ചുരുട്ടി വെച്ചിട്ട് കുഴല് പോലാക്കി ജനലിൽ കൂടെ വെച്ചാക്കുക. എന്ത് കാര്യത്തിൽ? ഈ ഗുണ്ടക്ക് മൂത്രം ഒഴിക്കാൻ. എന്തൊരു കഷ്ടമായത്. ഇനി ഞാൻ പറയട്ടെ? എടാ നീ മിണ്ടണ്ട, ഇനി ആ കൊച്ചു പറയട്ടെ. ഞാനല്ല മിണ്ടിയത്, അവളാ പറഞ്ഞത്. രണ്ടിന്റെ ടോൺ ഒന്നായത് ഇത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങള് വീട്ടിൽ കിടന്ന് ഒച്ചയെടുക്കുമ്പോ അപ്പുറത്തെ ചേച്ചിമാര് പറയാണ്, ആ കുടുംബത്തിന് 2 പെണ്ണുങ്ങൾ കിടന്ന് എന്നാ വെക്കണം. ഇപ്പൊ ഞാൻ കോളിമ്പെല്ലാം അയച്ചു വെച്ചാക്കി. അതെന്തിനാ അയച്ചത്? അതിന് ഞങ്ങളുടെ സൗണ്ട്. ഇയാൾക്ക് എന്നെ കുറിച്ച് ഒരു ശ്രദ്ധയില്ല സാറേ, ഒരു ശ്രദ്ധയില്ലെന്ന് പറഞ്ഞ ഒരു ശ്രദ്ധയില്ല. ഉദാഹരണത്തിന് ഞാൻ ഗർഭിണിയായി. സാറേ, ഇനി പറവളെ കുറിച്ച് എനിക്ക് ഒരു ശ്രദ്ധയില്ലേ? നീ ശ്രദ്ധിച്ചോണ്ട് അവള് മാറിയെന്ന് ഛർദിച്ചത്. സാറേ, അതല്ല, ഒരു ഭാര്യ ഗർഭിണിയായ ഭർത്താക്കന്മാർ എന്താ ചെയ്യാ? പുറകെ കൂടി വന്നിങ്ങനെ വാരി പൊക്കി എടുത്തിട്ട് 2 കറക്കിട്ട് സമാധാനത്തോടു കൂടി എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തും. അങ്ങനെ കറക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ രമേശ്, അവന്റെ ഭാര്യ ഗർഭിണിയായി. ഇവൻ പുറകെ കൂടി ചെന്ന് കോരി എടുത്തിട്ട് ഒരു കറക്ക്. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരൊറ്റ ഏറ. എങ്ങോട്ട്? തെക്കേ പാടത്തുമായിട്ടല്ലേ വീണത്. അവൻ എന്ത് പണിയാണാ കാണിച്ചത്? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 4ന്റെ അന്ന് ഗർഭിണിയാണെന്ന് പറഞ്ഞ പിന്നെ അവനെന്ത് ചെയ്യാനായിട്ട്? അവനെന്താണ് കാണിച്ചത്? അങ്ങനെ പറയും. വിഷയം മാറ്റ. ഞാൻ ചാടി ചാവെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ തേവരപ്പാലത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ അടുത്ത് ചാടിയാൽ നിങ്ങൾ ആദ്യം ഒന്നും മരിക്കത്തില്ല. കായലിൽ ഒരു സംഭവം ഉണ്ട്. എന്ത് സംഭവം? മഞ്ഞക്കൂരി. മഞ്ഞത്തെന്തൂരിയെന്ന്? മഞ്ഞക്കൂരിന്ന്. മഞ്ഞക്കൂരിയാ? ഇതിന്റെ പല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മതിലിന്റെ മേളിൽ ആൾക്കാർ കയറാണ്ടിരിക്കാൻ വേണ്ടി ആന നിർത്തി വെച്ചിട്ടില്ലേ, അതുപോലെയാണ് ഇതിന്റെ പല്ല്. ഈ പല്ലും വെച്ചോണ്ട് തമിഴൻ ലോറി വരുന്ന പോലെ ഈ കൂരിയുടെ ഒരു വരവുണ്ട്. നിർത്തിക്കേ. ഇത് മഞ്ഞക്കൂരിയാണോ അല്ലെങ്കിൽ തമിഴിലോരുടെ അടി കെട്ടണ മുഹമ്മൂടെ ഫിഗറാണ്? ഞാൻ പറഞ്ഞേക്ക്, ഇത് ഈ മഞ്ഞക്കൂരി ഉണ്ടല്ലേ, ആദ്യം നിന്റെ വിരലെ കൊത്തും, പിന്നെ നിന്റെ മുട്ടുകാലെ കൊത്തും. അയ്യോ, അപ്പൊ എന്നെ കൊത്തും സാറേ? മോളെയും കൊത്തും. അവിടെ പോയപ്പോ മീറ്റർ മാറിയല്ല. മോളെ കണ്ണിലാദ്യം കൊത്തും, മൂക്കി കൊത്തും, പിന്നെ ചുണ്ടേ കൊത്തും. സാറേ, കൊത്തി കൊത്തി മുറത്തി കയറില്ലേ? അല്ലെങ്കിൽ ഇവിടെ സ്ഥിരം പരിപാടിയാ. ഒരാണിന്റെ നിഴൽ കണ്ടാ മതി ഇവിടെ അവിടെ കിടന്ന് കൊച്ചിക്കൊഴയും. നീ കാണിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് പെണ്ണുങ്ങൾ കൂടെ കൊഞ്ചുകൊഴിയെങ്കിൽ എനിക്ക് ആണുങ്ങൾ കൂടി കൊഞ്ചുകൊഴിയാ. എടി, എനിക്ക് അതിന്റെ ആവശ്യമില്ലടി. ഞാൻ നിന്നെ പോലെയല്ല, ഞാനും എന്റെ അനിയനും ക്വാളിഫിക്കേഷൻ ഉള്ളവരാ. എന്ത് ക്വാളിഫിക്കേഷൻ? ഞാൻ ഗാനഭൂഷണം പൂസായതാ. പാസ്സായെന്നല്ലേ? അല്ലല്ല, ഗാനഭൂഷണത്തിന് പോയപ്പോ 2 അടിച്ച് പൂസായി പോയി. അപ്പൊ അനിയനെ അവൻ മാനമോഷണ കേസിലല്ലേ? പിന്നെ അതല്ലല്ലോ ഇവിടുത്തെ വിഷം. ഇവളെ ഞാൻ ഇന്ന് കൊല്ലും. നിന്നെ
തറവാടിന്റെ കുഴപ്പമൊടിയത് എന്റെ തറവാടിനെ പറഞ്ഞ കൈ ഞാൻ ഇട്ടു. നീ പോയി ചാകടി. നിങ്ങൾ പോയി ചാവ് മനുഷ്യ. ഞാൻ ചാകൂലടി. നിങ്ങളുടെ കാല് ഞാൻ ഇട്ടു. ഒന്ന് നിർത്തിക്കേ. ഇതൊരുമാതിരി ലവ് ബേർഡ്സിന്റെ കൂട്ടിൽ പാമ്പ് കയറിയ പോലെയല്ല. നിങ്ങളോട് രണ്ടുപേരോട് കൂടി ഞാൻ ഒരു കാര്യം പറയുവാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നല്ലേ? അതല്ല, ഇങ്ങനെ ഇനി ഇവിടെ ചീവീട് കാരണം പോലെ കിടന്ന് കരഞ്ഞ നിങ്ങൾ രണ്ടുപേരുടെ പേരെഴുതി വെച്ചിട്ട് ഈ ഞാൻ പോയി ആത്മഹത്യ ചെയ്യൂ. അയ്യോ നമുക്ക് ആദ്യം എന്താ അറിയോ, ഇഷ്ടപ്പെട്ട ഓരോ കോമഡി പറഞ്ഞു പോണം. ഞാൻ ആദ്യം പറയാം, പ്ലീസ് പ്ലീസ് പ്ലീസ്. വേറെ ആരും എടുക്കല്ലേ അത്? ഇല്ല. എന്റെ കോമഡിയാണ്. പറ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭാര്യ വീട്ടിലെ ഡയറക്ടർമാര്. രാവിലെ 8 മണിക്ക് അച്ഛൻ ഡയറക്ടർ, 9 മണിയാകുമ്പോൾ ആളിയെ, അവസാനം ബൈജുക്കുട്ടോട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് മറ്റേ ആക്ഷൻ കോമഡി. ആക്ഷൻ കോമഡിയാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് മറ്റേ ഭാര്യ മറ്റേ പോലീസിന്റെ കാലിന്റെ ഇടയിൽ സൂപ്പർ. അതും സാരി ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ആലിസിനോ? എനിക്കെന്ന് പറയുമ്പോ ഞാൻ ഒരാൾക്കൊരു ജീവിതം കൊടുത്തു, മനസ്സിലായി, ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നതുകൊണ്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഓ ഡിപ്ലോമാറ്റിക്. ഓക്കെ. എനിക്ക് വെട്ടു. ശരി, അപ്പൊ എന്തായാലും സ്കിറ്റ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ബാറ്ററിക്ക് എത്രത്തോളം ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയണ ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 25,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി ചൂടോടെ 2500 and